ഹലോ എവറി വൺ, സ്കിൽ സോണിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഐമൻ. SSC RRB PSC എന്നിവ പോലുള്ള കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഫെബ്രുവരിയിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഫെബ്രുവരിയിലെ രണ്ടാമത്തെ പാർട്ടാണ്. മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്ത ഫെബ്രുവരിയിലെയും ജനുവരിയിലെയും പാർട്ടുകൾ കണ്ടെന്ന് ഉറപ്പുവരുത്തുക, നോട്ട് ചെയ്യുക. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ജോഗ്രഫി, ഹിസ്റ്ററി, മാത്സ്, റീസണിംഗ് എന്നീ വീഡിയോകൾ വരും ദിവസങ്ങളിൽ സ്കിൽ സോണിൻ്റെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചാനൽ മുമ്പോട്ട് പോകാനും സാധിക്കും. നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതട്ടെ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. Who is the author of the book The Little Book of Encouragement? ദലൈലാമ. ദ ലിറ്റിൽ ബുക്ക് ഓഫ് എൻകറേജ്മെൻറ്റ് എഴുതിയത് ദലൈലാമയാണ്. ഇപ്പോഴുള്ളത് 14ാമത് ദലൈലാമയാണ്. ദലൈലാമ എന്ന് പറഞ്ഞാൽ ടിബറ്റിൻ്റെ സ്പിരിച്വൽ ലീഡറാണ്. ടിബറ്റിൻ്റെ കറൻസി റെൻമിൻബി, ക്യാപിറ്റൽ ലാസ. ശ്രദ്ധിക്കുക, ദ ലിറ്റിൽ ബുക്ക് ഓഫ് ദ എൻകറേജ്മെൻറ്റ് എഴുതിയത് ദലൈലാമയാണ്. Recently, which payment bank has upgraded to scheduled commercial bank? ഫിനോ പേയ്മെൻറ്റ് ബാങ്ക്. ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കായി ഉയർത്തിയത് ഫിനോ പേയ്മെൻറ്റ് ബാങ്കാണ്. വിച്ച് വേർഡ് ഈസ് സെലക്റ്റഡ് ആസ് ദ ഹിന്ദി വേർഡ് ഓഫ് ദ ഇയർ 2020 ബൈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി? ആത്മനിർഭാർത്ത. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി 2020 ഹിന്ദി വേർഡായി തിരഞ്ഞെടുത്ത് ആത്മനിർഭാർത്ത എന്ന വേർഡാണ്. ശ്രദ്ധിക്കുക, ആത്മനിർഭാർത്തയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി 2020 ഹിന്ദി വേർഡായി സെലക്ട് ചെയ്തത്. നമുക്ക് അടുത്ത് നോക്കാം. റീസെൻ്റ്ലി യൂണിയൻ മിനിസ്റ്റർ ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് പ്രകാശ് ജാവേദ്കർ ഇനോഗ്രേറ്റഡ് അടൽ പര്യാവരൺ ഭവൻ ഇൻ വേർ? ലക്ഷദ്വീപ്. ഫോറസ്റ്റിൻ്റെയും ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയും മിനിസ്റ്ററായ പ്രകാശ് ജാവേദ്കർ അടൽ പര്യാവരൺ ഭവൻ ഉദ്ഘാടനം ചെയ്തിരുന്നു. അത് ലക്ഷദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ലക്ഷദ്വീപിലാണ് അടൽ പര്യാവരൺ ഭവൻ പ്രകാശ് ജാവേദ്കർ ഉദ്ഘാടനം ചെയ്തത്. അടൽ പര്യാവരൺ ഭവൻ ലക്ഷദ്വീപിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തിയാണ്. ലക്ഷദ്വീപിലെ ഏക എയർപോർട്ട് ഉള്ളത് അഗത്തിയിലാണ്. ശ്രദ്ധിക്കുക, അടൽ പര്യാവരൺ ഭവൻ ഉദ്ഘാടനം ചെയ്തത് പ്രകാശ് ജാവേദ്കറാണ്. ലക്ഷദ്വീപിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അടുത്ത് നോക്കാം. വെർ ഈസ് ഇന്ത്യാസ് ഫസ്റ്റ് വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സെൻറ്റർ? ചെന്നൈ. ചതുപ്പ് നിലത്തിൻ്റെ സംരക്ഷണത്തിനും മാനേജ്മെൻറ്റിനും ആയി ആദ്യ സെൻറ്റർ സ്ഥാപിതമായത് ചെന്നൈയിലാണ്. ശ്രദ്ധിക്കുക, ചതുപ്പ് നിലത്തിൻ്റെ സംരക്ഷണത്തിനും മാനേജ്മെൻറ്റിനും ഇന്ത്യയിലെ ആദ്യ സെൻറ്റർ സ്ഥാപിതമായത് ചെന്നൈയിലാണ്. റണ്ണേഴ്സ് അപ്പ് ടീം ഓഫ് ഷെയ്ദ് മുഷ്താഖ് അലി ട്രോഫി 2021-2020 ടൂർണമെൻറ്റ് ബറോഡ. 2021-2020 ടൂർണമെൻറ്റായ ഷെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ റണ്ണേഴ്സ് അപ്പായത് ബറോഡയായിരുന്നു. വിന്നേഴ്സ് തമിഴ്നാട്. ഷെയ്ദ് മുഷ്താഖ് അലി ട്രോഫി ആരംഭിച്ചത് 2006ലാണ്. ശ്രദ്ധിക്കുക, 2021-2020 ടൂർണമെൻറ്റായ ഷെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ വിന്നറായത് തമിഴ്നാടാണ്. റണ്ണേഴ്സ് അപ്പ് ബറോഡയാണ്. ശ്രദ്ധിക്കുക, ഇനി വരും പരീക്ഷകളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്, നോട്ട് ചെയ്യുക. Who has become the youngest woman to row solo across an Atlantic Ocean? ജാസ്മിൻ ഹാരിസൺ. ജാസ്മിൻ ഹാരിസനാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ തുഴഞ്ഞുകൊണ്ട് കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത. ശ്രദ്ധിക്കുക, ജാസ്മിൻ ഹാരിസനാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ തുഴഞ്ഞ് കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത, ജാസ്മിൻ ഹാരിസൺ. അടുത്തത് നോക്കാം. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. Which organization recently carries a successful user trial of anti-tank guided missile system named Helena and Dhruvashtra? DRDO. ഏത് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിലാണ് ഹെലീന, ധ്രുവാഷ്ട്ര എന്നു പേരുള്ള ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ സിസ്റ്റം വിജയകരമായി പരീക്ഷിച്ചത്? DRDO. DRDOയുടെ നേതൃത്വത്തിലാണ് ഹെലീന, ധ്രുവാഷ്ട്ര എന്നു പേരുള്ള ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ സിസ്റ്റം വിജയകരമായി പരീക്ഷിച്ചത്. DRDOയുടെ ഫുൾ ഫോമാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. 1958 ആരംഭിച്ചത്. ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം. ശ്രദ്ധിക്കുക, DRDOയുടെ ഫുൾ ഫോമാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. 1958 ആരംഭിച്ചു. ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം. നമ്മൾക്ക് അടുത്ത് നോക്കാം. വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ എക്കണോമിക് ഇൻ്റലിജൻസ് യൂണിറ്റ്സ് ഡെമോക്രാറ്റിക് ഇൻഡെക്സ് 2021? 53.
ഡെമോക്രാറ്റിക് ഇൻഡെക്സ് 2021 എക്കണോമിക് ഇൻ്റലിജൻസ് യൂണിറ്റിൽ ഇന്ത്യയുടെ റാങ്ക് 53 ശ്രദ്ധിക്കുക, 53 റാങ്ക് ആയിരുന്നു എക്കണോമിക് ഇൻ്റലിജൻസ് യൂണിറ്റിൽ ഡെമോക്രാറ്റിക് ഇൻഡെക്സ് 2021 പ്രകാരം. വാട്ട് ഈസ് ദ നെയിം ഓഫ് മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം ഡെവലപ്ഡ് ബൈ ഇന്ത്യ ആൾട്ടർനേറ്റീവ് ടു ട്വിറ്റർ? ആപ്പ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം ഡെവലപ്ഡ് ബൈ ഇന്ത്യ ആൾട്ടർനേറ്റീവ് ടു ട്വിറ്റർ? ആപ്പ്. Which Indian naval ship reached Abu Dhabi in UAE to participate in the Naval Defense Exhibition and International Defense Exhibition? INS പ്രളയ. നാവൽ ഡിഫൻസ് എക്സിബിഷനും ഇൻ്റർനാഷണൽ ഡിഫൻസ് എക്സിബിഷനും വേണ്ടി അബുദാബിയിൽ എത്തിച്ചേർന്ന ഇന്ത്യൻ നാവിയുടെ ഷിപ്പാണ് INS പ്രളയ. ശ്രദ്ധിക്കുക, നാവൽ ഡിഫൻസ് എക്സിബിഷനും ഇൻ്റർനാഷണൽ ഡിഫൻസ് എക്സിബിഷനും വേണ്ടി അബുദാബിയിൽ എത്തിച്ചേർന്ന ഇന്ത്യൻ നാവിയുടെ ഷിപ്പാണ് INS പ്രളയ. നമുക്ക് അടുത്തത് നോക്കാം. Who has become the first Indian to be elected as the chairperson of the UN Advisory Committee of the Human Rights Council? അജയ് മൽഹോത്ര. ഹ്യൂമൻ റൈറ്റ് കൗൺസിലിൻ്റെ UN അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി തിരഞ്ഞെടുത്ത ആദ്യ ഇന്ത്യനാണ് അജയ് മൽഹോത്ര. ശ്രദ്ധിക്കുക, അജയ് മൽഹോത്രയാണ് ഹ്യൂമൻ റൈറ്റ് കൗൺസിലിൻ്റെ UN അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി തിരഞ്ഞെടുത്ത ആദ്യ ഇന്ത്യൻ. നമുക്ക് അടുത്ത് നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്യുക. നമുക്ക് അടുത്ത് നോക്കാം. വിച്ച് കൺട്രി ഈസ് സെറ്റ് ടു ബിൽഡ് വേൾഡ് ലാർജസ്റ്റ് വേൾഡ് പവർ പ്ലാന്റ് ബൈ 2030? സൗത്ത് കൊറിയ. 2030 ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാറ്റുകൊണ്ട് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി മാറുന്നത് സൗത്ത് കൊറിയയാണ്. സൗത്ത് കൊറിയയാണ് 2030 ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാറ്റുകൊണ്ട് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതായി മാറുന്ന രാജ്യം. ശ്രദ്ധിക്കുക, സൗത്ത് കൊറിയയുടെ തലസ്ഥാനം സിയോൾ, അവിടുത്തെ കറൻസി വോൺ. സൗത്ത് കൊറിയയുടെ കറൻസി വോൺ, സൗത്ത് കൊറിയയുടെ ക്യാപിറ്റൽ സിയോൾ. അടുത്ത നോക്കാം. വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് ബ്രോട്ട് ആൻ ഓർഡിനൻസ് ദാറ്റ് വിൽ ഗിവ് കോ ഓണർഷിപ്പ് റൈറ്റ് ടു ദ വുമൺ ഇൻ ദ അൻസെസ്ട്രൽ പ്രോപ്പർട്ടി ഓഫ് ദെയർ ഹസ്ബൻഡ്? ഉത്തരാഖണ്ഡ്. ശ്രദ്ധിക്കുക, ഭർത്താവിൻ്റെ പൂർവിക സ്വത്തിൽ സഹ ഉടമസ്ഥാവകാശം ഭാര്യമാർക്കുമുണ്ടെന്നുള്ള ഓർഡിനൻസ് കൊണ്ടുവന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ശ്രദ്ധിക്കുക, ഭർത്താവിൻ്റെ പൂർവിക സ്വത്തിൽ സഹ ഉടമസ്ഥാവകാശം ഭാര്യമാർക്കുമുണ്ടെന്നുള്ള ഓർഡിനൻസ് കൊണ്ടുവന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിൻ്റെ ചീഫ് മിനിസ്റ്റർ ത്രിവേന്ദ്ര സിംഗ് റാവത്ത്. ഗവർണർ ബേബി റാണി മൗറിയ. നോട്ട് ചെയ്യുക, ചീഫ് മിനിസ്റ്റർ ത്രിവേന്ദ്ര സിംഗ് റാവത്ത്, ഗവർണർ ബേബി റാണി മൗറിയ. ക്യാപിറ്റൽ ഡെറാഡൂൺ. അടുത്ത നോക്കാം. റീസെൻ്റ്ലി ഇനോഗ്രേറ്റഡ് ബൊട്ടാനിക്കൽ ഗാർഡൻ നെയ്മഡ് ശിവാലിക് ആർബോറട്ടം ഈസ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ? ഉത്തരാഖണ്ഡ്, നൈനിറ്റാൽ ഡിസ്ട്രിക്റ്റിലാണ്. ഈ അടുത്തിടെയായി ശിവാലിക് ആർബോട്ടം എന്ന് പറയുന്ന ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉദ്ഘാടനം ചെയ്തിരുന്നു. അത് ഉത്തരാഖണ്ഡിലെ നൈനിറ്റാൽ ഡിസ്ട്രിക്റ്റിലാണ്. ഉത്തരാഖണ്ഡിൻ്റെ ചീഫ് മിനിസ്റ്റർ ത്രിവേന്ദ്ര സിംഗ് റാവത്ത്, ഗവർണർ ബേബി റാണി മൗര്യ. നോട്ട് ചെയ്യുക. മെൻസ് ATP ടെന്നീസ് കപ്പ് 2021 വിന്നർ റഷ്യ. മെൻസ് ATP ടെന്നീസ് കപ്പ് 2021 വിജയിയായത് റഷ്യയാണ്. ശ്രദ്ധിക്കുക, റഷ്യയുടെ തലസ്ഥാനം മോസ്കോ, റഷ്യയുടെ കറൻസി റൂബിൾ. ശ്രദ്ധിക്കുക, റഷ്യയുടെ തലസ്ഥാനം മോസ്കോ, കറൻസി റൂബിൾ. മെൻസ് ATP ടെന്നീസ് കപ്പ് 2021 നടന്നത് ഓസ്ട്രേലിയയിലെ മെൽബണിൽ വെച്ചായിരുന്നു. നോട്ട് ചെയ്യുക. നമുക്ക് അടുത്ത് നോക്കാം. വിച്ച് സ്റ്റേറ്റ് വിൽ ഹോസ്റ്റ് ദ സെക്കൻഡ് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ്? കർണാടക. ഏത് സംസ്ഥാനത്തിലാണ് രണ്ടാമത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിം നടത്താൻ പോകുന്നത്? കർണാടക. കർണാടകയിലാണ് രണ്ടാമത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് നടത്താൻ പോകുന്നത്. കർണാടകയുടെ ചീഫ് മിനിസ്റ്റർ യെദ്യൂരപ്പ, കർണാടകയുടെ ഗവർണർ ബാജ്ഭായ് വാല. അടുത്ത നോക്കാം. വിച്ച് യൂണിയൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ ബിക്കംസ് ഫസ്റ്റ് ടു ബി ഫ്രീ ഓഫ് COVID-19? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലാൻഡ്. COVID-19 നിന്നും ആദ്യമായി മുക്തമായ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലാൻഡ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിൻ്റെ തലസ്ഥാനമാണ് പോർട്ട് ബ്ലെയർ. ആൻഡമാൻ നിക്കോബാറിലെ ഏക എയർപോർട്ടാണ് വീർ സവർക്കർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അത് സ്ഥിതി ചെയ്യുന്നത് പോർട്ട് ബ്ലെയറിലാണ്. ശ്രദ്ധിക്കുക, ആൻഡമാനിൻ്റെ തലസ്ഥാനമാണ് പോർട്ട് ബ്ലെയർ. അവിടെയുള്ള ഏക എയർപോർട്ടാണ് വീർ സവർക്കർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. നമുക്ക് അടുത്ത് നോക്കാം.
Who has recently become the Prime Minister of Italy? മേരിയോ ഡ്രാഗി. ഇറ്റലിയുടെ പുതിയ പ്രൈം മിനിസ്റ്ററാണ് മേരിയോ ഡ്രാഗി. ശ്രദ്ധിക്കുക, ഇറ്റലിയുടെ പുതിയ പ്രൈം മിനിസ്റ്ററാണ് മേരിയോ ഡ്രാഗി. ഇറ്റലിയുടെ ക്യാപിറ്റൽ റോം. നോട്ട് ചെയ്യുക, ഇറ്റലിയുടെ ക്യാപിറ്റൽ റോം. ഇറ്റലിയുടെ കറൻസി യൂറോ. ക്രിസ് മോറിസ് ഹാസ് ബ്രോക്കൺ ഓൾ റെക്കോർഡ് ആസ് ഹി ബിക്കം ദ costliest player in the history of IPL action. Which team has bought Morris for 16.25 crore? രാജസ്ഥാൻ. IPLൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ലേലത്തുകക്ക് വാങ്ങിയ കളിക്കാരനാണ് ക്രിസ് മോറിസ്. അദ്ദേഹത്തെ വാങ്ങിയത് 16.25 crore രാജസ്ഥാൻ റോയൽസാണ് വാങ്ങിയത്. ശ്രദ്ധിക്കുക, IPLൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ലേലത്തുകക്ക് വാങ്ങിയ കളിക്കാരനാണ് ക്രിസ് മോറിസ്. അദ്ദേഹത്തെ വാങ്ങിയത് 16.25 crore രാജസ്ഥാൻ റോയൽസാണ് വാങ്ങിയത്. നമുക്ക് അടുത്ത് നോക്കാം. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ? അഥവാ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത് നോക്കാം. ഇൻ ഫെബ്രുവരി 2021 വിച്ച് കൺട്രി ഡിറ്റക്റ്റഡ് ദ ഫസ്റ്റ് കേസ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഏവിയൻ ഫ്ലൂ ടു ഹ്യൂമൻസ്? റഷ്യ. ഏത് കൺട്രിയിലാണ് ആദ്യമായി ഏവിയൻ ഫ്ലൂ മനുഷ്യനിൽ കാണപ്പെട്ടത്? റഷ്യയിലാണ്. ശ്രദ്ധിക്കുക, റഷ്യയിലാണ് ഏവിയൻ ഫ്ലൂ മനുഷ്യനിൽ കാണപ്പെട്ടത്. റഷ്യയുടെ തലസ്ഥാനം മോസ്കോ. റഷ്യയുടെ കറൻസി റൂബിൾ. അടുത്ത നോക്കാം. ഹു ഈസ് ദ ന്യൂ ഡയറക്ടർ ജനറൽ ഓഫ് WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ? എൻകോസി ഒക്കോഞ്ചോ ഇവിയാലോ. WTOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ്. WTOയുടെ പുതിയ ഡയറക്ടർ ജനറലാണ് ഇൻകോസി ഒക്കോഞ്ചോ ഇവിയാലെ. നോട്ട് ചെയ്യുക. വിച്ച് ഇന്ത്യൻ സിറ്റി ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ് ആസ് 2020 ട്രീ സിറ്റി ഓഫ് ദ വേൾഡ്? ഹൈദരാബാദ്. ഇന്ത്യയിലെ ഏത് സിറ്റിയെയാണ് 2020 ട്രീ സിറ്റി ഓഫ് ദ വേൾഡായി തിരഞ്ഞെടുത്തത്? ഹൈദരാബാദ്. ഹൈദരാബാദിനെയാണ് 2020 ട്രീ സിറ്റി ഓഫ് ദ വേൾഡായി തിരഞ്ഞെടുത്ത ഇന്ത്യയിലെ നഗരം. അടുത്ത നോക്കാം. വിച്ച് സ്റ്റേറ്റ് ഹാസ് ലോഞ്ച്ഡ് സ്നേക്ക് പീഡിയ മൊബൈൽ ആപ്പ് ടു ഹെൽപ്പ് പബ്ലിക് ആസ് വെൽ ആസ് ഡോക്ടർ ഇൻ ട്രീറ്റിംഗ് സ്നേക്ക് ബൈറ്റ്സ്? കേരള. പാമ്പ് കടി ഏൽക്കുന്നയാൾക്ക് വളരെ വേഗത്തിൽ ഡോക്ടറുടെ സഹായം ലഭിക്കാനായി സ്നേക്ക് പീഡിയ മൊബൈൽ ആപ്പ് ആരംഭിച്ച ഇന്ത്യയിലെ സംസ്ഥാനമാണ് കേരളം. ശ്രദ്ധിക്കുക, പാമ്പ് കടി ഏൽക്കുന്നയാൾക്ക് വളരെ വേഗത്തിൽ ഡോക്ടറുടെ സഹായം ലഭിക്കാനായി സ്നേക്ക് പീഡിയ മൊബൈൽ ആപ്പ് ആരംഭിച്ച ഇന്ത്യയിലെ സംസ്ഥാനമാണ് കേരളം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി സ്കിൽ സോണിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ റെഗുലറായിട്ടുള്ള അപ്ഡേറ്റ്സിനും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. സ്റ്റഡി മെറ്റീരിയൽസിനും ഡിസ്കഷനും ടെലിഗ്രാം ജോയിൻ ചെയ്യുക. ടെലിഗ്രാമിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.